നാളുകളായി പുത്തൻചന്ത മേഖലയിലെ ആറ്റുതീരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരുന്നു. പ്രദേശവാസികളും വ്യാപാരികളും നിർബാധം മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശം രൂക്ഷമായ ആരോഗ്യ ഭീഷണിയിലായിരുന്നു. വേനൽ കടുത്തതോടെ പുഴയിലെ ഒഴുക്ക് നിലയ്ക്കുകയും മാലിന്യം തീരത്തടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുകയും ചെയ്തിരുന്നു. വേനൽ മഴ പെയ്യുമ്പോൾ ഈ മാലിന്യങ്ങൾ ഒലിച്ച് സമീപത്തെ ചെക്ക് ഡാമിൽ എത്തുന്നതായിരുന്നു. ഇവിടെ നിന്നാണ് ജലവിതരണ വകുപ്പ് ടൗൺ മേഖലയിലേക്ക് ജലം പമ്പ് ചെയ്യുന്നത്. മലിനീകരണം മൂലം ജലസ്രോതസ്സുകൾ മലിനമാകുന്നതും പകർച്ചവ്യാധി ഭീഷണിയും ചൂണ്ടിക്കാട്ടി ഫെസ്റ്റു ന്യൂസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര നടപടിയുമായി രംഗത്തെത്തിയത്. JCB ഉപയോഗിച്ച് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തീരം വൃത്തിയാക്കി. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണം ശക്തമാക്കുമെന്നും നിയമലംഘകരിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു പറഞ്ഞു. വാർഡ് മെമ്പർ ഉൾപ്പെടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, മെമ്പർമാരുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ മണിമല ആറ്റിലെ മാലിന്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയും എല്ലാ ചാനൽ വഴി അപ്പാടം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പും നമ്മൾ ഇത് വാരി ഇവിടെ വൃത്തിയാക്കി നമ്മുടെ തൊഴിലുറപ്പുകാരും ആശാപ്രവർത്തകരും അങ്ങനെ എല്ലാവരും കൂട്ടി നമ്മൾ നല്ലവണ്ണം ഇത് വാരി വൃത്തിയാക്കിയതാണ്. വീണ്ടും അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ ഈ ആറ്റുതീരത്ത് താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിവിടെ കൊണ്ടിടുന്നത്. അങ്ങേ വശത്തിടുന്നത് ആ വണ്ടിയെ വന്നേച്ച് അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താണേലും വാർഡ് മെമ്പറുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് മൊത്തമായി ഞങ്ങൾ മാറ്റിയിട്ട് ഇനി അവിടെ ഒരു ചെടി വെക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. മണ്ണൊക്കെ നിരത്തി അവിടെ ഒരു ചെടിയൊക്കെ വെച്ച് ഇനി ഈ മാലിന്യം എറിയാതിരിക്കാനും, പിന്നെ പരമാവധി വീടുകളിൽ ഇപ്പം തന്നെ ഞങ്ങൾ കയറി പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചെറിയില്ലെന്നും അതിൻ്റെ പിഴ ഇത്ര രൂപ ഞങ്ങൾ 25,000 രൂപ പിഴ ഈടാക്കുന്നു. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. 25,000 രൂപ തന്നെ പിഴ ചുമത്തും. കാരണം പ്ലാസ്റ്റിക് എടുക്കാൻ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ നമുക്ക് വീട് വഴി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുകുന്ന വേസ്റ്റ് ഇടാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അതിനുള്ള സാധനങ്ങൾ GB എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ വീടുകളിലും എത്തിച്ചിട്ടില്ല. കാരണം പഞ്ചായത്തിന് ഒരു വാർഡിന് ഇത്ര എണ്ണം വെച്ചാണ്. അതിന് നമ്മൾ കുറച്ചുകൂടെ കൂട്ടി, പ്രത്യേകിച്ച് പുത്തൻചന്തയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മൾ ഈ പ്രാവശ്യ പദ്ധതിക്കകത്ത് കുറച്ച് തുക കൂട്ടി വയ്ക്കാം, അങ്ങനെ കൊടുക്കാം. പിന്നെ ഇനിയും മാലിന്യം കെട്ടിയെറിയരുത്. ഭക്ഷണ സാധനങ്ങൾ ഇവർ പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടിയെറിയുന്നതുകൊണ്ടാണ് ആ സാധനം അഴുകാതെ അങ്ങനെ കിടന്ന് കെട്ടായിട്ട് കിടക്കുകയാണ്. അതേസമയം അവർ കുടഞ്ഞിടുകയാണെങ്കിൽ കുറച്ചൊക്കെ കാക്കി മറ്റുള്ളൊക്കെ തിന്നും, അതുപോലെ ചെയ്യുന്നില്ല. എന്താണേലും പഞ്ചായത്ത് കുറച്ച് തീരുമാനം എടുത്തിരിക്കുകയാണ്. 25,000 രൂപയിൽ കുറഞ്ഞൊരു പിഴ ഞങ്ങൾക്കില്ല ഇനിയും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ. ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നതിന് സ്വകാര്യ ഭക്ഷണ മാലിന്യം ശേഖരിക്കുന്നവരുമായി സഹകരിച്ച് ഭക്ഷണ മാലിന്യം ശേഖരിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്നും വാർഡ് മെമ്പർ ബെന്നി നെയ്യൂർ പറഞ്ഞു. പലതവണ പല ആവൃത്തിയോട് പറഞ്ഞാണ്. പക്ഷേ ഇവിടെ ഒരു വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് മറ്റൊരു വീടിൻ്റെ പുറകുവശമാണ്. ഒരു ഉന്നതിയായിട്ടുള്ള സ്ഥലമാണ്. എല്ലാ 1/2 സെൻറ്റ് 3/4 സെൻറ്റ് സ്ഥലങ്ങളാണ്. അതിൽ എല്ലാവരും ഹരിതകർമ്മസേനയ്ക്ക് മാസം പൈസ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഫുഡ് വേസ്റ്റ് ഇടാൻ സ്ഥലമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. ഇപ്പം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അത് ഒരു ചെറിയ പൊട്ടിയ വക്കലിലും എല്ലാം കൊണ്ടിട്ട് കുടഞ്ഞിട്ടാൽ മറ്റെന്തെങ്കിലും ജീവികൾ നിന്ന് അത് വൃത്തിയായി കിടന്നോളും. ഇതിവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക്കുകളിൽ കെട്ടി എന്തും നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമാണ് ആറെന്നുള്ളതാണ്. അവരെ ആ രീതിയിൽ ബോധവൽക്കരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്ഥിരം വിമർശനം കേൾക്കുന്നൊരു മെമ്പറാണ് ഞാൻ. അപ്പം ഇത് എൻ്റെ മൗനാനുഭവത്തോടെയാണ് ഇതിവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇന്നിവിടെ വൃത്തിയാക്കും. ഇതിന് താഴ്വശം 6 നല്ല രീതിയിൽ വൃത്തിയാക്കും. ബാക്കി ഈ താഴെ സ്റ്റേഡിയത്തിൻ്റെ അവിടം വരെ നമ്മുടെ ക്യാമറ സർവൈലൻസിലുള്ള സ്ഥലമാണ്. എല്ലാ മെമ്പർമാരുടെയും ഫോണിൽ ഇതിൻ്റെ വിഷ്വൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കർശനമായ നിയമ നടപടിയിലോട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് പ്രിയപ്പെട്ട ആൾക്കാരോട് അറിയാനുള്ളത്. മാലിന്യ നിക്ഷേപം നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ തീരത്ത് സ്ഥാപിക്കും. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിലും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിലും ബോധവൽക്കരണവും നടത്തി.